എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 31 ശ്ലോകം 7, 8, 9, 10 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാൻ അപ്രത്യക്ഷനായപ്പോൾ ആ ഗോപസ്ത്രീകളും രാധാദേവിയോട് കൂടിയിട്ട് ഭഗവാന് ആ ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ കീർത്തനങ്ങൾ മധുരമായിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കൂടി കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാ പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം കൃണുകുജേഷു ന കൃന്തി ഹൃച്ഛയം. നമസ്കരിക്കുന്നവരുടെ ഗുണദോഷങ്ങളൊന്നും ആലോചിക്കാതെ അവരുടെ പാപങ്ങളെല്ലാം നശിപ്പിക്കുന്നതും കാരുണ്യ നിമിത്തം പശുക്കളെ കൂടി പരിപാലിക്കാൻ ഒരുങ്ങിയതുകൊണ്ട് അവയുടെ പിന്നാലെ സഞ്ചരിക്കുന്നവനും സൗന്ദര്യ അതിശയ നിമിത്തം കാളിയന്റെ ശിരസിൽ ചവിട്ടി ആ വിഷ അഹങ്കാരത്തെ നശിപ്പിച്ചതുമായ അങ്ങയുടെ പാദകമലത്തെ ഞങ്ങളുടെ ആ കുജതടങ്ങളിൽ വെച്ചൊന്ന് അനുഗ്രഹിച്ചു തരണേ. അങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ അസഹ്യമായി ബാധിച്ചിരിക്കുന്ന ആ മന്മഥ താപത്തെ തീർത്ത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം ഗോപസ്ത്രീകള്. കാമത്തിന്റെ ആ നിവാസമായിട്ടുള്ള ഹൃദയസ്ഥാനത്തില് ഭഗവാന്റെ പാദ സ്പർശം ഉണ്ടായാൽ കാമനാശം അപ്പൊ സംഭവിക്കൂലോ. അതാണ് അവര് പറയണത്. മധുരയാ ഗിരാ വൽക്കുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരേക്ഷണ വിധികരീരിമാവീര മുഹ്യതീരധരസീധുനാപ്യായസ്വന. ഹേ താമരസാക്ഷം, മനോജ്ഞവാക്യങ്ങളോടുകൂടിയതും പണ്ഡിതന്മാരെയും കൂടി ആനന്ദിപ്പിക്കത്തക്ക ഗംഭീര അർത്ഥമുള്ളതുമായ അങ്ങയുടെ ആ മധുരവാക്കുകൾ കേട്ട് മോഹിച്ച ദാസികളായ ഈ ഞങ്ങളെ അധരാമൃതത്താൽ അല്ലയോ വീര ജീവിപ്പിക്കണേ. മരണത്തിനടുത്ത് എത്തിയിരിക്കുന്ന ഞങ്ങളെ ജീവിക്കാൻ സമർത്ഥമായ പരമൌഷധം അങ്ങയുടെ കയ്യിലുണ്ടല്ലോ, അങ്ങക്ക് സ്വാധീനമായിട്ടിരിക്കണ്ടല്ലോ. അത് ഞങ്ങൾക്ക് തരാതെ ഇരിക്കുന്നതാണോ പരാക്രമ ലക്ഷണം എന്ന് ആ വീര എന്ന സംബോധനത്തിൽ അടങ്ങിയിരിക്കുന്നത്. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദതം ഭുവി ഗൃണന്തി തേ ഭൂരിദാ ജനാഃ. അങ്ങയുടെ വിരഹത്തില് ഞങ്ങൾ മരിക്കാതിരിക്കണത് അങ്ങയുടെ കഥാമൃതം അങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ആ സുഹൃതികൾ നിമിത്താണ് എന്ന് പറയണത്. ഹേ ഭഗവൻ, അവിടുത്തെ കഥയാകുന്ന അമൃതം പ്രസിദ്ധമായ അമൃതത്തെക്കാളും ഉത്കർഷമേറിയതാണ്. എന്തുകൊണ്ടെന്നാൽ ദേവന്മാർ അനുഭവിക്കുന്ന സാധാരണമായ അമൃതത്തെ ആ ബ്രഹ്മവിത്തുക്കള് ആദരിക്കാറില്ല. ഭഗവാനെ അവിടുത്തെ കഥാമൃതത്തെ ആവട്ടെ അവര് സ്തുതിക്കണു. ദേവാമൃത പാനം ചെയ്തവർക്ക് വീണ്ടും ജനന മരണമൊന്നും ഇല്ലാതെ ആവണില്ല. കഥാമൃതമാവട്ടെ പുനർജന്മ മരണാദികളുടെ ഹേതുഭൂതങ്ങളായ കാമകർമ്മ ബീജത്തെ തന്നെ നിർമൂലം നശിപ്പിക്കുന്നു. അമൃതം പാനം ചെയ്താൽ മാത്രമേ സുഖം സിദ്ധിക്കുള്ളൂ. പക്ഷേ അവിടുത്തെ കഥാമൃതമാകട്ടെ കേട്ട മാത്രയിൽ മംഗളപ്രദമാകുന്നു. ദേവാമൃതം മതിപ്പിക്കണതാണ്, കഥാമൃതമോ പരമശാന്തി ജനിപ്പിക്കുന്നതാണ്. ഇങ്ങനെ അമൃതത്തെ അതിശയിക്കുന്ന അവിടുത്തെ കഥ ലോകത്തിലെ ഏതൊരുത്തർ നിരൂപിക്കുകയോ കീർത്തിക്കുകയോ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നുവോ അവര് പൂർവജന്മത്തില് ഭൂരി ദാനം ചെയ്തവരാകുന്നു. ഇപ്പോഴും
അവര് സർവദാനത്തിലും വെച്ച് പരമോത്കൃഷ്ടമായിരിക്കുന്ന ജീവിതത്തെ ദാനം ചെയ്യുന്നവരാകുന്നു. ആ കഥാമൃത ശ്രവണം തന്നെ ജീവിത സാഫല്യം നൽകുന്നതായിരിക്കെ ആ കഥാമൃതത്തിന്റെ ഉൽപ്പത്തി സ്ഥാനമായിരിക്കുന്ന അങ്ങയെ കാണുന്നവർ എത്ര ധന്യരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ? ഞങ്ങളെ ആ വിധം ധന്യകളാക്കി തീർക്കാൻ നിന്തിരുവടിയുടെ ദർശനം ഞങ്ങൾക്ക് നൽകണേ. അപ്പൊ ഈ കഥാശ്രവണം മരണമില്ലാതെയാക്കുന്ന ദിവ്യാമൃത സേവയാണ് എന്നതാ ഭക്തിയുടെ ആ ഉന്നതിയിലിരിക്കും ആ മഹാത്മ്യത്തെ സ്പഷ്ടമാക്കി പറഞ്ഞിരിക്കുകയാണ് ശ്രീ ശുകബ്രഹ്മർഷി. പ്രഹസിതം പ്രിയ പ്രേമവീക്ഷണം വിഹരണം ചതേ ധ്യാനമംഗളം രഹസി സംവിദോയാ ഹൃദി സ്പൃശ കുഹഗനോ മന ക്ഷോഭയന്തി. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ കഥാമൃത ശ്രവണം തന്നെ സംതൃപ്തി നൽകണതാണെങ്കിൽ അത് കേട്ടാ പോരെ? എന്റെ ദർശനത്തിന് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കണത് എന്ന് ഭഗവാൻ ശങ്കിക്കുകയാണെങ്കിൽ അതിന്റെ സമാധാനം പറയാ ഗോപസ്ത്രീകള്. അങ്ങയുടെ വിലാസചേഷ്ടകളാൽ മനക്ഷോഭത്തെ പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കഥാശ്രവണം മാത്രം ശാന്തിപ്രദമായിട്ട് വരില്ല, ദർശനം തന്നെ നൽകണം എന്നുള്ള അഭിപ്രായത്തോടു കൂടിയിട്ടാണ് അവര് പറയണത്. ഹേ പ്രിയ, അങ്ങയുടെ ആ അതിസുന്ദരം മന്ദഹാസവും പ്രേമപൂർവമായ ആ കടാക്ഷവും ധ്യാനമാത്രത്താൽ മംഗളപ്രദമായിരിക്കുന്ന വിലാസലീലകളും ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കുന്ന വിനോദ സല്ലാപങ്ങളും ഞങ്ങളുടെ മനസ്സിനെ ഇളക്കി തീർക്കുന്നു. അതുകൊണ്ട് അങ്ങയെ കാണാതെ ഞങ്ങൾക്ക് ശാന്തി ഉണ്ടാവില്ല. പ്രേമിച്ചിരിക്കുന്ന സ്ഥാനത്തിൽ ഇങ്ങനെ കപടപ്രയോഗം അത് ചെയ്യണത് ശരിയാണോ? ആ പ്രേമാവസ്ഥയിൽ ഞങ്ങളെ എങ്ങനെ എത്തിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് അന്തർധാനം ചെയ്തത് അത് ശരിയാണോ? സാധാരണ കാമന്മാരെ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. ഇങ്ങനെയുള്ള വിലാസങ്ങളിലാണല്ലോ സ്ത്രീ പുരുഷന്മാര് ഭ്രമിക്കണത്. ആ ഭ്രമ നിവൃത്തിയാണ് ധ്യാനഫലം. അതിൽ നിന്നൊക്കെ നിവൃത്തി ഉണ്ടാവണമെങ്കിൽ ഭഗവാന്റെ ആ ദർശനം തന്നെ ലഭിക്കണം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.